ഫ്രണ്ട്സ്, ഞങ്ങൾ രണ്ടാളും കൂടെ ഈ ചാടി തുള്ളിയിട്ട് പോണത് പെരിന്തൽമണ്ണയ്ക്കാട്ടോ. നമ്മളൊരാവശ്യത്തിന് വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ ബസ്സിൽ ഇത്ര ലോങ്ങൊക്കെ, ഇത്ര ലോങ് എന്ന് പറയാൻ അത്ര ലോങ്ങൊന്നുമില്ല, 1 മണിക്കൂറിൻ്റെ കൂടുതൽ കുറച്ച്. അപ്പോൾ അങ്ങനെ പോണത് ആദ്യമായിട്ടാണ്. ഞങ്ങൾ രണ്ടാളും കൂടെ ഭയങ്കര ത്രില്ലടിച്ചിട്ടൊക്കെ ഇറങ്ങിയതാട്ടോ. ഞങ്ങൾക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ പാടാന്ന് കാണിച്ചു തന്ന പാടാ അങ്ങനെ നടന്നിട്ടാണ് നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് കുളമംഗലത്ത് നിന്ന് ബസ് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്താം. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, എനിക്കും പൂജയ്ക്ക് ഇത് കൂടെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അവിടുന്ന് ഓട്ടോ കിട്ടിയാലും ഞങ്ങൾ കയറാറില്ല. ഇങ്ങനെ നടന്നിട്ട് അപ്പുറത്തേക്ക് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡെത്തും. പക്ഷേ ഈ പാടത്ത് കൂടെ നടക്കുമ്പോൾ പ്രത്യേക ഒരു വൈബാട്ടോ. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ പട്ടിഷൊക്കെ കാട്ടി ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോകാറാ. ആ സമയത്തായിട്ട് അവിടെ ഇങ്ങനെ ഒരു കൂണ് കണ്ടത്, ഒരു ഓറഞ്ച് കളറ്. ഞാനിതിൻ്റെ മുന്നേ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പൂജയോടും പറഞ്ഞു, ഇങ്ങനെ ഒരു കൂണാണോ എന്തോ കൂണ് പോലെയാണ് സംഭവം. അപ്പോൾ അവളത് ഫോട്ടോ എടുത്തതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് കുളമംഗലത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ പെരുന്തൽമണ്ണ ബസ് കിട്ടിയിട്ടോ. അവിടെ ഫ്രണ്ടിലൊന്നും സീറ്റില്ല. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു ബാക്കിൽ സീറ്റുണ്ട് പോയിരുന്നോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബാക്കിൽ വന്നിട്ട് ഇരുന്നതാട്ടോ. അവിടെ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഫസ്റ്റിലൊരു ബസ്സിൽ കയറാത്ത ആൾക്കാരല്ല നമ്മൾ. പക്ഷേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും ദൂരമൊന്നും പെരുന്തൽമണ്ണ അങ്ങനെ നമ്മൾ വളാഞ്ചേരി വിട്ടിട്ട് ഒറ്റയ്ക്ക് ബസ്സിന് പോണത്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം വർക്ക് ചെയ്യാനൊക്കെ നിന്നതിന് ശേഷം അല്ലേ, ഒരു എത്ര കൊല്ലമായിട്ടുണ്ടാവും, ഒരു 5-6 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. അതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടാളെയും കൂടെ തുറന്നു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീന വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും മാത്രം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി, ബസ് ഇറങ്ങി. നമ്മൾ പോയ കാര്യം നടന്നില്ല. പട്ടി ചന്തയ്ക്ക് പോയ പോലെ ആയെങ്കിൽ കൂടെ ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം ഞങ്ങളത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. ആ സമയത്താണ് അവിടെയാണ് ചേച്ചിയുടെ മോളെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഫാമിലിയൊക്കെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, അവർക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും പൂച്ചട്ടിയും കൂടെ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സാരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു 190 രൂപയുള്ളൂ കേട്ടോ ആ സാരിക്ക്. അപ്പോൾ അത് ഫ്രോക്ക് തുന്നാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അങ്ങനെ റേറ്റ് കുറഞ്ഞത് കണ്ടപ്പോൾ അത് ഇങ്ങനെ ടോപ്പോ അങ്ങനെയൊക്കെ തുന്നാം, കേട് വരില്ല. അപ്പോൾ അങ്ങനെ അത് മേടിച്ചു കേട്ടോ. അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കുറേ സാരിയൊക്കെ അവിടെ നിന്ന് നോക്കി. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഫാമിലി ആണ് അതിൻ്റെ പേര്. ഫാമിലി അല്ല പിന്നെ ഫാമിലി. അടിപൊളി കടയാണ്. അടിപൊളി കട എന്ന് പറഞ്ഞാൽ അടിപൊളി കട. നല്ല സെലക്ഷൻ ഉണ്ട്. സാരിയുടെയൊക്കെ ഒരുപാട് സെലക്ഷൻ ഉണ്ട്. ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാട് സാരീസ് നോക്കിയിട്ടുണ്ടായിരുന്നു അവൾ. അങ്ങനെ ഒരു ഇത് നമ്മൾക്ക് പറ്റണോ പറ്റാതൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും പൂച്ചിട്ടി കൂടെ അവിടെയൊക്കെ നടന്ന് സാരി മാത്രമല്ല, ഫാൻസി ഉണ്ട്, ബാഗ് ഉണ്ട്, ചെരുപ്പുണ്ട്, എല്ലാം ഉണ്ട്. അത് കൂടാണ്ട് അവിടെ ചായയുടെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ വരുന്ന കസ്റ്റമേഴ്സിന്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ എവിടെയും കാട്ടില്ല കേട്ടോ. വെച്ചാൽ നമ്മൾ വലിയ കല്യാണവും കാര്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ ബൾക്കായിട്ടൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ അവർ വല്ല ലൈമോ വെള്ളമോ അങ്ങനെ തരാമെന്നല്ലാണ്ട് ഇവിടെ ചെറിയ പർച്ചേസിങ്ങിന് വരുന്നവർക്കും അവർ ചായയും പിന്നെ സ്നാക്സ്, മിഠായി. സ്നാക്സ് എന്ന് വെച്ചാൽ അലുവട കഷ്ണം, മിഠായി ഐറ്റംസ് പിള്ളേർക്കൊക്കെ അത് നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. കസ്റ്റമർ സർവീസും അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ നോക്കിയിട്ട് താഴത്തേക്ക് ഇറങ്ങി. പിന്നെ കമ്മൽ നോക്കാമെന്ന് വിചാരിച്ചു അവൾക്ക്. അപ്പോൾ അതും കൂടെ സെലക്ട് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ അടിപൊളി കളക്ഷനാണ്. നമ്മുടെ വളാഞ്ചേരിത്തേക്കാട്ടിലും അടിപൊളിയായിട്ട് കളക്ഷൻ ഉണ്ട് തോന്നുന്നു എനിക്ക് അവിടെ. ഈ ഒരു ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൻ്റെ അകത്ത് ഫാൻസി ഉണ്ട്, ചെരുപ്പുണ്ട്, ബാഗുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. കമ്മൽ സെക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കും പൂച്ചിട്ടൊക്കെ ഒരു പ്രാന്താ. നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, സാരി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡ്രസ്സ് എടുക്കുകയൊക്കെ ആണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. വല്ലാണ്ട് ഒരുപാട് ക്യാഷൊന്നും സാരിയിലൊന്നും എനിക്ക് ആയതുപോലെ തോന്നിയിട്ടില്ല. നമ്മൾ വേറെ കടയിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നി. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരമൊക്കെ വായി നോക്കി. ഞങ്ങളങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു. കാര്യമായിട്ടൊന്നും എടുത്തൊന്നുമില്ല കേട്ടോ. ഇത് പിന്നെ ഫാൻസിയുടെ സെക്ഷനാണ്. എനിക്ക് പൂജയ്ക്കും കൂടെ അങ്ങനെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ കണ്ണൻകുട്ടിക്ക് വലിയ ക്ഷമ ഉണ്ടാവില്ല ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ. അവന് വേഗം പോരണം, അവനിതൊന്നും ഇഷ്ടമുള്ള കാര്യമില്ല. ആൺകുട്ടികൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലല്ലോ. എനിക്കും പൂജയ്ക്കും കൂടെ പോകുമ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്തിട്ട് നോക്കാനും മേടിച്ചിട്ടില്ലെങ്കിലും നമുക്കത് നോക്കാനും കാണാൻ വേണ്ടിയിട്ടും കുറേ നേരം നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടമാട്ടോ. ഷാജൻ്റെ കൂടെയും കണ്ണൻ്റെ കൂടെയും വേറെ ആരെ കൂടെ പോയാലും എനിക്ക് ഇഷ്ടമല്ല. എന്താ വെച്ചാൽ പൂജട്ടി ഞാനും ആകുമ്പോൾ സെറ്റാണ് വെച്ചാൽ ഞങ്ങൾക്കിത് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വായി നോക്കി നിൽക്കാനും കമൻറ്റ് പറയാനും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കിയുള്ളവരൊക്കെ ഡീസൻറ്റിൽ നടക്കാനൊക്കെയാണ് അവർ. ഞങ്ങൾ ഈ പൊട്ടിത്തെറിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം ചിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ ഞങ്ങളിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളെ ഇന്ന് നിയന്ത്രിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയ കാര്യം 8 നിലയിൽ പൊട്ടിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പോയത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയ യാത്രയാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഷോപ്പാണെങ്കിലും ഒക്കെ. അങ്ങനെ അവിടെ നിന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് പിന്നെ അധികം നേരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവിടുന്ന് പോരാൻ വേണ്ടിയിട്ട് തോന്നുന്നല്ല കേട്ടോ. ഓരോ സ്റ്റെഡും കമ്പലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഉള്ളവരും തന്നെ എടുത്തിട്ടില്ലെങ്കിലും കൂടെ നമ്മൾ വാങ്ങണില്ല എന്ന് പറഞ്ഞാൽ കൂടെ അവരത് കാണിച്ച് തരാനുള്ളൊരു മനസ്സുണ്ട് കേട്ടോ. ആയിക്കോട്ടെ എടുക്കണില്ലല്ലോ പൊക്കോട്ടെ എന്നൊക്കെ പറയുന്നത് കുറേ ഷോപ്പുകൾ നമ്മളും പോയിട്ട് നമുക്ക് അറിയാമല്ലോ. പക്ഷെ അവിടെ അങ്ങനെയല്ല.
കസ്റ്റമർ സർവീസൊക്കെ സൂപ്പറാണ്. പിന്നെ ബാഗിൻ്റെ കളക്ഷന് പറയാൻ പറ്റാത്ത അത്രയും ഉണ്ട് കേട്ടോ. ഇത്രയൊന്നും അല്ല നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ രണ്ടെണ്ണം നമുക്ക് ഇഷ്ടമുണ്ട്. ഇതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് കാണിച്ച ഗ്രേ കളറും അടിപൊളിയായിരുന്നു കേട്ടോ. ബാഗിന് കുറച്ച് എക്സ്പെൻസ് ഉണ്ട്, പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വെറുതെ നോക്കി വെച്ചു എന്നുള്ളൂ, ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അടിപൊളി കളക്ഷനും ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അതിനനുസരിച്ച് കസ്റ്റമർ സർവീസും അടിപൊളിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് പോരാൻ വേണ്ടിയിട്ടൊരു 3:30. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ 2 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്നത് വീഡിയോ എടുത്തില്ല. ആ ഫുഡ് കഴിക്കാൻ കയറിയത് ഒരു കുടുംബശ്രീയുടെ ഹോട്ടലാണെന്ന് ചേച്ചിമാരൊക്കെ നടത്തുന്നത്. അങ്ങനെ എന്തോ ഹോട്ടലാണ് തോന്നുന്നു. പക്ഷെ നല്ല തിരക്കായിരുന്നു, ഇരിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് അത് വീഡിയോ എടുത്തില്ല. ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഒരു ഷോർട്ട് കട്ട് അവൾ പറഞ്ഞു തന്നു, അത് കൂടെ അങ്ങോട്ട് പോയാൽ മതി, ബസ് സ്റ്റാൻഡ് എത്തുമെന്ന് പറഞ്ഞപ്പോൾ അവരങ്ങനെ പോയി. ഞങ്ങൾ തിരിച്ച് നമുക്ക് ബസ്സിന് വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ അത് കൂടെയൊക്കെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നടന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടാളും കൂടെ ആകുമ്പോൾ അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഞങ്ങളേതായിട്ടുള്ള എൻജോയ് ചെയ്ത് നടക്കാനും സംസാരിക്കാനും പൊട്ടത്തരം കാട്ടാനും വീട്ടിത്തരം പറയാനൊക്കെ പറ്റണേ ഒരു സ്പേസാണ് ഞങ്ങൾ രണ്ടാളും കൂടെ കൂടുമ്പോൾ. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് വളാഞ്ചേരിയുടെ ബസ് എവിടെയെന്ന് അറിയില്ല. അപ്പോൾ അവിടെയൊക്കെ കടന്ന് നട്ടം തിരിഞ്ഞിട്ട് നോക്കുമ്പോൾ ആ സ്റ്റാൻഡിനകത്ത് ഇങ്ങനെ ഒരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്താൽ പറഞ്ഞതാ. പൂജുട്ടി അസലായിട്ട് അത് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമായി, ഇങ്ങനെ ഈ സംഭവം ഇഷ്ടമായി. അതിനകത്ത് കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തേക്ക് കടന്നു. വളാഞ്ചേരി ബസ് ചോദിച്ചപ്പോൾ അവർ ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നപ്പോഴേക്കും ബസ്സൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു. സീറ്റ് ഉണ്ടായിരുന്നു. ഒരു തിരക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി അവിടെ ഇരുന്ന് കുറച്ച് നേരം വീഡിയോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പട്ടിഷൊക്കെ കാട്ടി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമുണ്ട്. ബസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ രസമാണ്. ഞങ്ങൾ പോകുമ്പോൾ ഹെഡ്സെറ്റിലൊക്കെ വീഡിയോ കണ്ട് അടിപൊളിയായിട്ട് അവിടെ എത്തിയതറിഞ്ഞില്ല. പോയ കാര്യം നടക്കാത്തതിൻ്റെ വിഷമം കൊണ്ടോ വരുമ്പോഴുള്ള ക്ഷീണം കൊണ്ടോ എന്തോ അറിയില്ല, കുറച്ചൊരു മൂഡ് ഓഫ് ആയിരുന്നു. എന്നാലും പോട്ടെ എന്ന് വെച്ചു. ബസ്സിൽ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തൊക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഈ മാലവറമ്പ് നമ്മളെ എന്താ പറയുക MES മെഡിക്കൽ കോളേജ് ആ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരു പ്രത്യേക വൈബാണ്. നമ്മുടെ ഇവിടെ നിന്നൊക്കെ വിട്ടിട്ട് വേറെ എവിടെയോ സ്ഥലത്ത് പോയ പോലെ തോന്നും എനിക്ക് ആ കൂടെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. ബസ്സിൽ പോണത് അങ്ങനെ പോയിട്ടില്ല. ഞാൻ മുന്നൊക്കെ ഫിനാൻസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഡെപ്യൂട്ടേഷന് വേണ്ടി ഇടുമ്പോൾ അങ്ങനെ ബസ്സിനൊക്കെ മുന്നേ പോവുക എന്നല്ലാതെ ഇങ്ങനെ പോയിട്ടില്ല. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നത്തെ കാലാവസ്ഥ അടിപൊളിയാണ്. വെയിലും ഉണ്ടായിരുന്നില്ല, മഴ ഉണ്ടായിരുന്നില്ല, ഒരു തണുപ്പും ഒരു മഞ്ഞോടും കൂടിയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ യാത്രയൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് പൂജട്ടിക്ക് തീരെ വയ്ക്കേണ്ടായിരുന്നില്ല. തലവേദനിച്ചിട്ട് ബസ്സിലിരുന്ന് കഴിഞ്ഞാൽ എനിക്കും പൂജട്ടിക്കും തലവേദനയാണ്. പക്ഷെ ഇന്ന് കാര്യമായിട്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫോണ് ഓഫ് ആവാമെന്ന് കണ്ടപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒരു 20% അങ്ങനെ മിന്നി കത്തി നിന്നു. ഞാൻ നമ്മുടെ ഇവിടെ എത്തി, വളാഞ്ചേരി എത്തി. അവിടെ നിന്ന് ഓട്ടോയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. വീടെത്തിയിട്ടോ. നമ്മൾ 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുളിച്ച് അല്ലെങ്കിൽ കുളിക്കുക മേലഴുകിയ കഴിഞ്ഞ് വിളക്ക് വയ്ക്കണം. അങ്ങനെയുള്ള പരിപാടികളുണ്ട്. ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം. ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പരിപാടിയൊക്കെ നോക്കാം. ഹലോ, അപ്പോൾ ഞങ്ങൾ പെരുന്തൽമണ്ണൊക്കെ പോയി വന്നു. മേലഴുകി വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. വരുമ്പോൾ ഉച്ചയ്ക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചതാ. പിന്നെ ഇനി ഇറങ്ങുമ്പോൾ നേരം വൈകുമോ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പകുതി വരെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ഫോൺ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ പോയതല്ലേ, രാവിലെ അല്ല 10:45 പറഞ്ഞാൽ ആ സമയത്ത് പോയതാ. അപ്പോൾ ഇനി വന്നിട്ട് എന്തായാലും ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പം മേലഴുകൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വെള്ളക്കടല, അതിൻ്റെ പേര് ആണോ എനിക്കറിയില്ല. നമ്മൾ പുട്ടും കടലേക്കും ഉണ്ടാക്കണ ചുമന്ന കടലല്ല ഇതുകൊണ്ട് നമുക്ക് കുത്തിപ്പോയി ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ കറവയിൽ തട്ടുകടയിൽ നമ്മുടെ ഫുഡ് ട്രക്കിൽ ഇതാണ് വൈകുന്നേരം ഉണ്ടാക്കാറ്. ഇതും ഉണ്ടാക്കാറുണ്ട്. ഇത് മുട്ടയൊക്കെ കൂട്ടി ചീകിയിട്ട് ചായക്ക് അടിപൊളി. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. കഴുകിയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ കഴുകിയിട്ട് നമുക്കിത് കുക്കറിൽ വേവിക്കാം. ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അത് കുറേ നേരം കുതിർന്നാണ്ട് പെട്ടെന്ന് ഒരു 2 വിസിലിനൊക്കെ വേവും. അപ്പോൾ ഇതിട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. അതിനൊപ്പം വെള്ളം മതി. ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഊറ്റിക്കളയാം. എന്നിട്ട് ബാക്കി വെള്ളം ഊറ്റിക്കളയാം ചെയ്യാം. ഉപ്പിട്ടിട്ടുണ്ട്. ബസ്സിൽ പോയതിൻ്റെ ഒരു ക്ഷീണം എന്തെല്ലാവർക്കും. വലിയ ദൂരമൊന്നും അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ റണ്ണിങ് ഉണ്ട്. പക്ഷേ ബസ്സിലിരുന്നിട്ടൊരു സുഖക്കേട് ഇവിടെ എത്തിയപ്പോഴേക്കും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 2 വിസിൽ വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി നമുക്ക് ഉണ്ടാക്കാം. ഇത് വെന്തതിന് ശേഷം ബാക്കി ഉണ്ടാക്കാം.
ഒരു ചൂട് കട്ടൻ ചായ ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കാം. അപ്പോൾ പിന്നെ ഒരു ഉണർവുണ്ടാവും ചെയ്യും. നല്ല ടേസ്റ്റ് ആട്ടോ സാധനം, നല്ല അടിപൊളിയാ. ഇത് ഗ്രീൻ പീസ് വെച്ചിട്ടാണ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിനെന്തോ പറയും, വേറൊരു പേര്, എനിക്ക് അതിൻ്റെ പേര് വിട്ടു, ഷാജേട്ടന് അറിയണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് കാണാതെ വേവട്ടെ കേട്ടോ. അതുവരെ ഞങ്ങൾ കുറച്ചേരം ഇരിക്കട്ടെ. തലയ്ക്കൊക്കെ ഭയങ്കര നല്ലൊരു കാലാവസ്ഥയാണ് സംഭവം. പക്ഷേ ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു സുഖമില്ലായി പൂജിക്ക് പറയുമ്പോഴേ ചടപ്പ് കാണുന്നത്. അപ്പോൾ ഇതായിട്ട് വിസിൽ വന്നിട്ട് വെന്തിട്ട് കാണാം കേട്ടോ. 2 വിസിലായിട്ടോ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എനിക്ക് മക്ക വിട്ട് കഴിക്കാം. അഞ്ച് മുട്ട കേട്ടോ. 5 മുട്ട അല്ല, മുട്ട എത്ര വേണമെങ്കിൽ എടുക്കാം, കുറയ്ക്കാം. കൂടുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. 5 എടുക്കണം, 4 എടുത്താൽ മതി എന്നാ. 5 എടുക്കാം. 5 മുട്ട എടുക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, ഇത്തിരി സവോള, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാട്ടോ, ഒരു തണ്ട് വേപ്പില, പാകത്തിന് ഉപ്പ് കടലേക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി, ഓവറാവണ്ട കേട്ടോ. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റ് നമ്മുടെ ഓംലെറ്റിന് മുട്ട കുത്തി പൊരിക്കില്ലേ അതിൻ്റെയൊക്കെ പോലെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കി വയ്ക്കുക. ഇനി ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. കുറച്ചധികം എണ്ണ, കുറച്ച് വല്ലാണ്ടല്ല, നമ്മൾ ഓംലെറ്റ് അടിക്കണേക്കാളും ഇത്തിരിയും കൂടെ കൂടുതൽ എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഈ മുട്ട മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. മൊത്തം ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആകട്ടെ. ലേശം ഒരു 3/4 ഭാഗം മിക്സ് ആകുമ്പോൾ ഇങ്ങനെ 3/4 ഭാഗം മിക്സ് ആകുമ്പോൾ ഈ കടലിട്ട് കൊടുക്കുക. കടലിട്ടിട്ട് പിന്നെ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം. പൊടികൾ നമ്മുടെ സ്പൈസിനനുസരിച്ച്, എരിവിനനുസരിച്ചുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചുള്ള മുളക് പൊടി കേട്ടോ. ഞാനിതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാല ഒരു വലിയൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കണക്കുടിയിൽ ചായപ്പൊടി ഇടുമോ, ലേശിട്ട് ഒരുപാട് ഇടരുതേ. ഞാൻ ചായ ഇല്ല അതിനകത്തോണം അങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്ത് എരിവ് പോരെങ്കിൽ ഇനി നമുക്ക് മുളക് പൊടിയോ ചിക്കൻ പൊടിയോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നോക്കിയിട്ട് ഇതൊന്നും കൂടെ ഈ മസാലയും മുട്ടയൊക്കെ കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. ഇതിലേക്ക് 2 വേപ്പില തണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരിയും കൂടെ ഒരു ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ അങ്ങനെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മിക്സ് ചെയ്യാം. നമ്മളിട്ട മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാ, കൂടുതൽ കുറവൊന്നുമില്ല, ഒക്കെ കറക്റ്റ് ആട്ടോ. ഒരു ലേശം കൂടെ ഉപ്പ് കുറവുണ്ടായിരുന്നു, അത് ഇട്ടെടുത്ത് ഞാൻ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. സെറ്റായി, മതി, റെഡി ആയിട്ടാ. ഇനി ഇത് നമ്മൾ ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ വിളമ്പിയിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ സവാള കൂടുതൽ ഇടാം. എന്നിട്ട് കഴിക്കാം. ഒന്ന് കാണിക്കട്ടെ. നല്ല ചൂടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എൻ്റെ മൊബൈൽ ചെയ്യൂ.